എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഫുഡ് കഴിക്കാനിരുന്ന സമയത്ത് ചന്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആദർശനാണ് ഫുഡ് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു. ആദർശ് ഫുഡ് കഴിക്കാതെ അങ്ങോട്ട് എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനോർത്തി പിന്നെ ഇത് എന്തു പറ്റി, ഫുഡ് പോലും നേരെ കഴിച്ചിട്ടില്ലോ. പിന്നീട് ആദർശന്റെ പറച്ചിലും ആ പോക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, ആദർശാണ് ഇത് എന്ത് പറ്റി അമ്മേന്ന് ചോദിക്കാം. എനിക്കറിയില്ല മോളെ, അവൻ എന്താന്ന് അറിയത്തില്ല. ഇത് ഈ ചന്തുമോളെ കാണുന്ന തന്നെ ദേഷ്യമാണെന്ന് തോന്നിയെന്ന് പറയണം. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, അതിന് ആദർശാണ് എന്തിനാ ദേഷ്യപ്പെടുന്നേ? മുത്തശ്ശനല്ലേ ചന്തുമോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ. അതിന് ആദർശാണ് ഇപ്പൊ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോയിട്ട് കാര്യമുണ്ടോന്ന് ചോദിക്കാം. കണ്ടില്ലേ, ഫുഡ് പോലും കഴിച്ചിട്ടില്ല. അത് ചോദിച്ചു കഴിഞ്ഞപ്പം അവന് ദേഷ്യം. അവന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ ദേഷ്യപ്പെടുന്നല്ലാന്ന് പറയണം. നയന പറഞ്ഞു, അത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്തോ കാര്യമുണ്ട്. ഇന്ന് പേഴ്സ് പോക്കറ്റിൽ വെച്ചിട്ട് പേഴ്സ് കണ്ടില്ലെന്നും പറഞ്ഞ് അതിനോട് തിരഞ്ഞു നടക്കുമായിരുന്നു. ഇതൊന്നും ഉള്ളതല്ലല്ലോ എന്ന് പറയണം. അതാ എനിക്ക് അറിയത്തില്ലാത്ത, മനസ്സിനെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറയണം. അവനത് ആരോടെങ്കിലും തുറന്നു പറയണ കുഴപ്പമില്ലായിരുന്നു. സാധാരണഗതിയിൽ അവൻ അവന്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ പറയണം. അല്ല, എന്തെങ്കിലും കാര്യം അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയണ്ട. പക്ഷെ അച്ഛനും എന്നോടൊന്നും പറഞ്ഞിട്ടില്ലോ എന്ന് പറയണം. ഇനിയിപ്പൊ ചന്തുമോളെ കൊണ്ടുവന്ന് ഇഷ്ടപ്പെടാത്തോണ്ടാണോ? അങ്ങനെ വരാൻ വഴിയില്ല. കാരണം കുട്ടികളോടൊക്കെ അവന് പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. പിന്നെ എന്താ കാര്യം എന്ന് അറിയത്തില്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവേനയും പറയുവാണ്. ദേവേനയുടെ ഉള്ളിലും എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ആദർശ് കമ്പനിയിലേക്ക് പോകുന്ന വഴിക്ക് ആദർശ് ഇങ്ങനെ ആലോചിക്കുവാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. കാരണം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തനിക്ക് പ്രൂവ് ചെയ്യിച്ചാൽ മതിയാവുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നം ഉയർന്നു വരുന്ന സമയത്ത് താനാണ് ചന്തുമോളുടെ അച്ഛനെന്ന് വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും. ഇപ്പൊ കാണുന്ന നയനയുടെ അല്ലെങ്കിൽ അമ്മയുടെ മുഖമൊന്നും ആയിരിക്കില്ല അപ്പൊ കാണുന്നേ. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്താ ചെയ്യേണ്ടത്, ആരോടൊന്ന് തുറന്നു പറയണ്ടേ? ആകെപ്പാട് ടെൻഷനായിപ്പോയി. അബി എത്ര നാൾ ഈ സത്യം മൂടി വെക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോ അവന്റെ വായിന്ന് അത് വീഴും. താൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആദർശന്റെ ആ പെണ്ണിന്റെ ഫോട്ടോ കണ്ടെന്നുള്ള കാര്യം അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ആദർശന് സമ്മതമേറ്റെന്ന് പോലെ തോന്നി. ഏത് സമയത്താണോ എന്തോ ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശനാണെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് കമ്പനി കാര്യങ്ങൾ പോലും സ്വസ്ഥതയുടെ സമാധാനത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിലാണെങ്കിൽ അമ്മയോടൊക്കെ ദേഷ്യപ്പെടേണ്ടിയിരുന്നില്ല. അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ. പക്ഷെ ആ മോളെ കണ്ടു കഴിയുമ്പോഴത്തേനും തന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു വരുവാണ്. എന്തോ ഒരു കുറ്റം ചെയ്ത മട്ടിലുള്ള, കാരണം നയനയോട് താൻ ഈ കള്ളത്തിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ്. ഇതങ്ങ് തുറന്നു പറയുകയാണെങ്കിൽ മനസ്സിന്റെ ഭാരം അങ്ങോട്ട് മാറി കിട്ടിയാനും അങ്ങനെയൊക്കെ ചിന്തിക്കുവാണ്. ഈ സമയത്ത് ഹോസ്പിറ്റലില് ജലജയും അഭിയൊക്കെ നയനയുടെ അരിയിലുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, അതെ ഞാൻ ഈ വീട്ടിലേക്ക് പോവാന്ന് പറയണം. അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, അമ്മ കുറച്ചുകൂടി ഇരിക്കാൻ പറയണം. പിന്നെ എന്നെ കൊണ്ടും പറ്റില്ല ഇവിടെ അങ്ങ് നിൽക്കാനേ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം നവി പറഞ്ഞു, അതെ പോയിക്കോട്ടെ അബി, വെറുതെ എന്തിനാ പിടിച്ചു നിർത്തുന്നേ എന്ന് പറയണം. അബി പറഞ്ഞു, എന്നാ ശരി ഞാനും കൂടെ പോയിക്കോട്ടെ എന്ന് പറയാം. ഇത് കേട്ടോണ്ട് വന്നിട്ട് കനക പറഞ്ഞു, മോൻ പോയിക്കോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു, ഇനി നാളെ വരാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല അബിയേട്ടാ, തിരക്കുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഇപ്പൊ ഇവിടെ അമ്മയുണ്ടല്ലോ എന്നൊക്കെ പറയണം. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ജലജ അബിയോട് ചോദിച്ചു, എടാ നിനക്ക് എന്താടാ അവളോട് ഇത്ര സ്നേഹം? എന്തൊരു സ്നേഹമാ, ഞാൻ അവിടെ നിൽക്കണം പോലും നിനക്ക് നാണമില്ലേ പറയാനായിട്ട്? എനിക്കാണെങ്കിൽ ദേ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ദേഷ്യമായിരുന്നു പറയണം. എന്നിട്ട് നീ പറയണം എന്റെ ഷേപ്പാന്ന്. എന്റെ അമ്മേ, അങ്ങനെയൊക്കെ ഞാൻ ചുമ്മാ അങ്ങോട്ട് തള്ളി മറിച്ചു വിട്ടല്ലേ, അതിന് നീ എന്തിനാ അങ്ങനെയൊക്കെ പറയണേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടോ, നിനക്ക് നിന്റെ ഭാര്യനെ സൂപ്പിപ്പിച്ചോ, അതിന് എന്നെ അതിന്റെ ഇടയ്ക്കിലേക്ക് വലിച്ചിടണ്ടെന്ന് പറയാം. എന്റെ അമ്മേ, നമ്മൾ ഇവിടെ ഇച്ചിരി സോപ്പിംഗ് ആയിട്ട് നടന്നിട്ടേ കാര്യമുള്ളൂ. കാര്യം കാണാനായിട്ട് കഴുതക്കാലം പിടിക്കണം എന്നല്ല പറയണേ, ഇവിടെ ഇത്തിരി ഇതായിട്ട് നിന്നിട്ടേ കാര്യമുള്ളൂ എന്ന് പറയണം. എടാ നിനക്ക് എന്തെങ്കിലും കാര്യസാധ്യത ഉണ്ടെങ്കിൽ നീ സോപ്പ് ഇട്ടൊന്നു, പക്ഷേ ഈ ജലജേനെ അതിനൊന്നും കിട്ടത്തില്ല എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം അബി പറഞ്ഞു, അമ്മ അറിയത്തില്ലാതെ പല കാര്യങ്ങളും ഉണ്ടെന്ന് പറയണേ. എന്ത് കാര്യം? അതൊക്കെ അമ്മയ്ക്ക് വഴിയാ മനസ്സിലാക്കണമെന്ന് പറയാ. എടാ ആ പെങ്കൊച്ച് ഏതാടാ, അതിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം അബി പറഞ്ഞു, ഓ അമ്മ ഇപ്പൊ അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നല്ലാതെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, അതുകൊണ്ടൊക്കെയാ ഞാൻ ചോദിക്കണമെന്ന് പറയണം. അമ്മ എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, പിന്നെ വേറെ പലരുടെ കാര്യം ഓർത്താൽ മതി എന്ന് പറയാ. നീ കഴിഞ്ഞ ദിവസം തൊട്ട് പറയുന്നതാണല്ലോ ഇത്, എന്തേലും കുഴപ്പമുണ്ടാടാന്ന് ചോദിക്കും. അതൊക്കെ പിന്നെ അമ്മ വഴിയെ അറിഞ്ഞോളൂ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ ജലജയ്ക്ക് സംശയം, ഇവൻ എന്തൊക്കെയോ ഉള്ളി വെച്ചോണ്ട് പറയുന്നുണ്ട്, എന്താന്ന് മാത്രം അറിയത്തില്ല. അത് മാത്രമല്ല ഇവനാണെങ്കിൽ ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ട് ഇവനെ ആദർശ് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരു കാരണവശാലും വരാൻ വഴിയുള്ളതല്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നൊക്കെ ചിന്തിക്കുവാണ് ജലജ. എവിടെയോ എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ജലജയ്ക്ക് മനസ്സിലായി. ആ സമയം
നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഈ നന്ദു എന്താ കോൾ എടുക്കാത്തെ? ഇടയ്ക്കൊന്ന് വിളിച്ചിട്ട് എടുക്കുവാണ് തന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. വിളിച്ചാൽ പോലും കോൾ എടുക്കത്തില്ല. എനിക്ക് ആപ്പോൾ ടെൻഷനായിപ്പോയി. പിന്നീട് ഒന്നുകൂടെ വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞിട്ട് എടുക്കാന്ന് ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയാണ്. എന്നെ ഒന്ന് തിരിച്ചു വിളിക്കുക നന്ദു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ സമയം നന്ദു ഇത് കണ്ടു. പക്ഷെ എടുക്കണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മെസ്സേജ് വായിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് രണ്ടും കൽപ്പിച്ച് വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ ഇനി ചോദിക്കണം. നീ എന്താ വിളിച്ചിട്ട് കോൾ എടുക്കാത്തെന്ന് ചോദിക്കും. അതെ അറിയാലോ, ഞാനിവിടെ ട്രെയിനിങ്ങിന് വന്നിരിക്കുന്ന. എന്നാലും നിനക്ക് ഇടയ്ക്ക് എന്നോടൊന്ന് വിളിച്ച് ഒന്നും സംസാരിക്കാലോ, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് നിൽക്കും. കുഴപ്പമൊന്നുമില്ല, പിന്നെന്താ കുഴപ്പം. അതെ നിന്റെ ചേച്ചിക്ക് കുഞ്ഞുണ്ടായല്ലോ, അതിന്റെ സന്തോഷത്തിൽ ഇവിടെ എല്ലാവരും പറയണം. പിന്നീട് ഓർത്തു ഇനി വേറെന്തേലും പറയണോ? വേണ്ട, തൽക്കാലത്തേക്ക് ചന്തുമോളെ കുറിച്ച് കാര്യങ്ങളൊന്നും പറയണ്ട. അതറിഞ്ഞിട്ടുണ്ടെ ശരിയാവത്തില്ല. ഇപ്പൊ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് 100 സംശയങ്ങൾ കാണും. എന്തിനാ ഇങ്ങോട്ടും മുത്തശ്ശൻ കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെയുള്ള. പിന്നീട് വിശേഷങ്ങളൊക്കെ തിരക്കിയതിന് ശേഷം നന്ദു കോള് കെട്ടി ഇത് ചെയ്യുമ്പോഴത്തേനും എനിക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. നന്ദുവിനെ വിളിച്ചോണ്ടെന്നിപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ അവൾ ഏത് സമയത്ത് എങ്ങനെയാണെന്ന് എടുക്കുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. ആ ഒരു ടെൻഷൻ അനിയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീടാണ് വീട്ടിൽ പോയിട്ട് അനാമിക അങ്ങോട്ടേക്ക് വരുന്ന അനന്തപുരിയിലേക്ക് വരുന്ന സമയത്താണ് ചന്തുമോളെ കാണുന്നത്. ചന്തുമോളെ കണ്ടതും അനാമിക ഒരു നിമിഷം ഒന്ന് ഞെട്ടി. പിന്നീട് എന്ന് ദേവേനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോഴാണ് പറയുന്ന മുത്തശ്ശൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമിക പറഞ്ഞു, അല്ല അങ്ങനെ ഒരു കൊച്ചിനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുന്ന കാര്യമാണ് വല്യമ്മേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ നിന്റെ മുത്തശ്ശന്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. മുത്തശ്ശൻ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കാണുമ്പത്തിന് കരുണയൊക്കെ തോന്നൂറേ. എന്നാലും വെറുതെ കാര്യമായിട്ട് കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടു നിർത്തേണ്ട കാര്യമുണ്ടോ? എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേന്ന് ചോദിക്കുക. എന്ത്? എനിക്ക് തോന്നേ മുത്തശ്ശൻ എന്തോ കാര്യമായിട്ട് അറിഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ ആരുടെയും കുട്ടിയാണോ ഇതെന്ന് ചോദിക്കുകയാണ്. കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, ഇതേ അനാമിയെ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ, ഇതെങ്ങാനും മുത്തശ്ശന്റെ ചെവിയിൽ എത്തിയാണ്ടല്ലോ, ഞാനൊരു അനാവശ്യമായിട്ടൊന്നും പറഞ്ഞില്ലോ എന്നൊക്കെ പറയാണ്. പിന്നീട് നേരെ അകത്തേക്ക് പോയിട്ട് രേവതിയും വേണുവിനെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, എടി മോളെ അന്നാ സൂക്ഷിച്ചോ, ഇത് മിക്കവാറും അവിടെയുള്ള 3 ആമക്കളിൽ ആരുടെയും ഒരാളുടെ ആയിരിക്കും. അത് നിന്റെ മൂർത്തി മുത്തശ്ശൻ അറിയാവുന്നതുകൊണ്ടാണ് ആ കുഞ്ഞിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് അനാമിക പറഞ്ഞു, അതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേങ്കിൽ ആ കുഞ്ഞിനെ ഇവിടെ ആണെങ്കിൽ വല്യമ്മയാണെങ്കിലും ആ നയനെന്ന് പറയുന്നവളാണെങ്കിലും പൊന്നുപോലെ നോക്കണമെന്ന് പറയാം. അങ്ങനെയാണ് മിക്കവാറും ആദർശന്റെ കുഞ്ഞായിരിക്കും. അതുകൊണ്ടായിരിക്കും ദേവേനിക്ക് അത് അറിയായിരിക്കും എന്ന് പറയാം. ആദർശൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? പിന്നെ പുണ്യാളിനല്ലേ, നീ ഒന്നും മിണ്ടാതിരിക്കുക, ചിലപ്പോ അത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമിക്കൊരിത്. പെട്ടെന്ന് രേവതി പറഞ്ഞു, ഇത് സൂക്ഷിച്ചോട്ടോ, ഇനിയിപ്പോ അനിയുടെ ആണെന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഫോൺ മേടിച്ചിട്ട് വേണു പറഞ്ഞു, എടി മോളെ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം, ഞങ്ങൾക്കും ചോദിക്കണമല്ലോ, കാരണം ഞങ്ങളുടെ മോളെ അവിടെ കെട്ടിച്ചു വിട്ടിരിക്കുന്നല്ലേ, ഏതോ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് ദത്തെടുത്ത് വളർത്താന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണ് നിൽക്കും. ഇതേ അച്ഛാ വരുന്നതിനൊന്നും കുഴപ്പമില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മളിവിടെ ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ചോദിക്കും നിങ്ങൾക്ക് എന്താ ചോദിക്കാനെന്ന് എങ്ങാനും മുത്തശ്ശൻ ചോദിച്ചിട്ട് തീർന്നു പറയാം, അതൊക്കെ വേണ്ട പോലെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറയാണ്. ഈ സമയം കമ്പനിയിലേക്ക് എന്നിട്ട് ഇങ്ങനെ ആദർശ് ആലോചിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആരോടെങ്കിലും തന്റെ മനസ്സിലുള്ള രഹസ്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇനി തനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചുകിട്ട് നിൽക്കുന്ന പോലെ നിൽക്കണേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അവസാനം ഒരു കാര്യം തീരുമാനിച്ചു, കിരണിനെ കാണാം, കിരണിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം, എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു നോക്കാം എന്ന് കരുതിയിട്ട് അവസാനം കിരണിനെ വിളിക്കുകയാണ്. കിരണിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അതിനെന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ കിരണിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് ആദർശ് ഒരുങ്ങുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.